സ്തോത്രം. ഞാൻ ഇതിൻ്റെ ഈ ചെറുകഥയുടെ ഒരു ക്യാപ്ഷൻ നിങ്ങൾ ആരെയും വിധിക്കരുത് എന്നുള്ള ഒരു ക്യാപ്ഷനാണ്. ഒരിക്കൽ ഒരു സ്ഥലത്തെ ഒരു സമ്പന്നയായ ഒരു യുവതി ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് നല്ല ഒരു വീടും മേടിച്ച് കുറെ സ്ഥലവും മേടിച്ച് അവർ 2-3 കുഞ്ഞുങ്ങളോട് കൂടി അവരുടെ ജോലിക്കാരോടൊക്കെ ചേർന്ന് അവിടെ താമസമാക്കി. അവിടെ താമസമായിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ ഈ അയൽവാസികളുമായിട്ടൊന്നും അവർ യാതൊരു സഹകരണവുമില്ല. ഈ അയൽവാസികളൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി ഇവരെ നോക്കിക്കൊണ്ടിരുന്നു. ഇവരെ വളരെ നേർമയുള്ള വസ്ത്രം ധരിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു. കൂടാതെ ഇവരുടെ ഭവനത്തിൽ എല്ലാ ദിവസവും വൈകിട്ട് 3 പുരുഷന്മാർ അവരുടെ ഭവനത്തിൽ കടന്നു വരും. ഈ അയൽവാസികളെല്ലാം വളരെ ശ്രദ്ധയോടുകൂടി നോക്കിക്കൊണ്ടിരിക്കുക ഇവിടെ നടക്കുന്ന സംഭവങ്ങളൊക്കെ. അങ്ങനെ ഈ 3 പുരുഷന്മാർ കടന്നു വരുമ്പോൾ അവരുടെ 3 കുഞ്ഞുങ്ങളെയും അവരുടെ ജോലിക്കാരെയൊക്കെ അവർ പുറത്തോട്ട് വിടും. ഇവരുടെ വീട്ടിൽ ഭയങ്കര ശബ്ദത്തിൽ പാട്ട് വയ്ക്കുമായിരുന്നു. ഇതൊക്കെ ഈ അയൽവാസികളെല്ലാം വളരെ ശ്രദ്ധയോടുകൂടി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരിക്കൽ ഈ സഹോദരി മരണപ്പെടുവാനിടയായി, മരിച്ചുപോയി. ചില ദിവസങ്ങൾക്ക് ശേഷം അതിന് ഫ്യൂണറൽ നടന്നു. ഫ്യൂണറൽ നടന്നപ്പോൾ ഈ അയൽവാസികളും എല്ലാം ഈ ഫ്യൂണറൽ പങ്കെടുത്തു. അപ്പോൾ ഈ എല്ലാ ദിവസവും കടന്നു വരുന്ന ഈ 3 പുരുഷന്മാരും ഈ ഫ്യൂണറലിൽ പങ്കെടുത്തു. അപ്പൊ ഒരു അയൽവാസി അതിലൊരു പുരുഷനോട് ചോദിച്ചു, നിങ്ങൾ ആരാണ്? എന്നും ഇവിടെ കടന്നു വരുമല്ലോ, നിങ്ങൾ ആരാണെന്ന് ചോദിച്ചു. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഞാൻ ഈ മരിച്ച സഹോദരിയുടെ അനിയനാണ്, എൻ്റെ ജ്യേഷ്ഠത്തിയാണ് ഈ സഹോദരി. അവരെ ഈ നേർമയുള്ള വസ്ത്രം ധരിക്കുന്നത്, ഇവരൊരു ക്യാൻസർ പേഷ്യൻ്റ് ആണ്, സ്കിൻ ക്യാൻസർ ഇവർക്കുണ്ട്. അതുകൊണ്ടാണ് ഈ നേർമയുള്ള വസ്ത്രം. അതിന് ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും ആ സഹോദരൻ പറഞ്ഞു. ഈ 3 പുരുഷന്മാരിൽ ഒരാൾ ഡോക്ടറാണ്, ഒരാള് വക്കീലാണ്. ഈ ഡോക്ടർ കടന്നു വരുമ്പോൾ ഈ ട്രീറ്റ് ചെയ്യുമ്പോൾ ഇവിടെ വളരെ വേദനജനകമായ ഒരവസ്ഥ ഉണ്ടാകും. അതിനാണ് ഈ കുട്ടികളെല്ലാം പുറത്ത് പറഞ്ഞു വിടുന്നത്, ഈ അവരുടെ ജോലിക്കാരെല്ലാം പുറത്ത് പറഞ്ഞു വിടുന്നത്. അങ്ങനെ ഈ അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞ ആള് ഇവരെ എത്രയും പെട്ടെന്ന് മരിക്കും അതിനുള്ള എല്ലാ ഡീൽസും തയ്യാറാക്കുന്നതിന് വേണ്ടിയാണ് ഈ വക്കീലും കടന്നു വരുന്നത്. അങ്ങനെ ഡോക്ടറെ, വക്കീലെ, ഈ സഹോദരൻ, അങ്ങനെ 3 പേരും. അപ്പൊ ഈ അയൽവാസികൾക്കൊക്കെ അവരുടെ മിസ്റ്ററി എല്ലാം മാറി, എല്ലാം തല കുനിച്ചിരിക്കുകയാണ്. അവര് ഒത്തിരി കഥകള് അവർ പറഞ്ഞുണ്ടാക്കി. അതുകൊണ്ട് ഞാൻ ഈ കഥ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ആരും വിധിക്കരുത് എന്നുള്ള ആ കഥയാണ് എൻ്റെ ക്യാപ്ഷൻ. അതുകൊണ്ട് നമ്മൾ പല ചിന്തകളും നമ്മളുണ്ടാകും. എന്നാൽ നമുക്ക് വിധിക്കാൻ നമുക്ക് അവകാശമില്ല. വിധിക്കാൻ ബൈബിൾ പറയുമ്പോൾ നിങ്ങൾ വിധിക്കപ്പെടും. അതുകൊണ്ട് ആരും വിധിക്കപ്പെടുന്നത്. ഈ നാട്ടിൽ ചെറിയ ഒരു പഴഞ്ചൊല്ലുണ്ട്, കരിക്ക് കൊടുക്കുന്നവന് കരിക്ക് കൊല കിട്ടും, തൊണ്ണാൻ കൊടുക്കുന്നവന് തൊണ്ണാൻ കിട്ടും. തൊണ്ണാന്ന് പറഞ്ഞാൽ മനസ്സിലായി എന്ന് പറഞ്ഞാൽ പേട്ട് തേങ്ങ, അത് കൊടുത്താൽ നമുക്ക് പേട്ട് തേങ്ങ കിട്ടും എന്ന് പറഞ്ഞ പോലെ. അതുകൊണ്ട് നമ്മളെ വളരെ കാര്യക്ഷമതയോടുകൂടി നമ്മൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. ഈ ദൈവം നമ്മളെല്ലാം സഹായിക്കട്ടെ. കേട്ടുകൊണ്ടിരുന്ന നിങ്ങൾ ചിലപ്പോൾ തമാശ ആയിരിക്കും നിങ്ങൾക്ക്, എന്നാലും നിങ്ങൾ അത് ശ്രദ്ധിക്കുക. ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളെല്ലാം ദൈവം അനുഗ്രഹിക്കുവാണ്.